ലോകകപ്പിലെ ആദ്യ മത്സരത്തിനു ശേഷം നീണ്ട 92 വർഷങ്ങളായി ഒരു വിജയത്തിനായി കാത്തിരുന്ന ഈജിപ്ത് ഇതാ ആ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. വാൻകൂവറിൽ നടന്ന ഗ്രൂപ്പ് ജിയിലെ കടുത്ത പോരാട്ടത്തിൽ ന്യൂസിലൻഡിനെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് ഈജിപ്ത് തകർത്തത്. ഒരു ഗോളിന് പിന്നിൽ പോയ ശേഷമാണ് 3 ഗോളുകൾ തിരിച്ചടിച്ച് ഈജിപ്ത് ഈ മാസ്മരിക വിജയം പിടിച്ചെടുത്തത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കനത്ത ആക്രമണമാണ് ന്യൂസിലാൻഡ് പുറത്തെടുത്തത്. തൽഫലം 15-ാം മിനിറ്റിൽ അവർ ലീഡെടുത്തു. സർപ്രീത് സിംഗ് എടുത്ത മികച്ചൊരു കോർണർ കിക്കിൽ നിന്നും ഡിഫൻഡർ ഫിർ സുർമൻ പായിച്ച തകർപ്പൻ ഹെഡർ ഈജിപ്ഷ്യൻ വലകുലുക്കുകയായിരുന്നു. ഗോൾ വഴങ്ങിയതോടെ ഉണർന്നു കളിച്ച ഈജിപ്തിനായി നായകൻ മുഹമ്മദ് സലയും ഇമാം ആഷറും സമനിലയ്ക്കായി നിരന്തരം ശ്രമിച്ചെങ്കിലും ആദ്യ പകുതിയിൽ ന്യൂസിലാൻഡ് പ്രതിരോധം ഉറച്ചു നിന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ന്യൂസിലാൻഡ് ലീഡ് ഉയർത്തുമെന്ന് കരുതിയ നിമിഷം മികച്ച സേവുമായി ഈജിപ്ഷ്യൻ ഗോളി മുസ്തഫ ഷൊബൈർ. മക്കൌണ്ടിന്റെ അപകടകരമായ ഹെഡർ അവിശ്വസനീയമായ രീതിയിൽ മുസ്തഫ രക്ഷപ്പെടുത്തി ഈജിപ്തിന്റെ ജീവൻ നിലനിർത്തി. തൊട്ടുപിന്നാലെ 58-ാം മിനിറ്റിൽ ഒരു ഫ്രീ ഹെഡറിലൂടെ മുസ്തഫ സീക്കോ ഈജിപ്തിന് അർഹിച്ച സമനില ഗോൾ സമ്മാനിച്ചു. മത്സരത്തിന്റെ 67-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ട് ഈജിപ്തിന്റെ ലീഡെത്തി. മികച്ചൊരു ടീം നീക്കത്തിനൊടുവിൽ പന്ത് സ്വീകരിച്ച നായകൻ മുഹമ്മദ് സല ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെ പന്ത് വലയിലെത്തിച്ച് ഈജിപ്തിനെ മുന്നിലെത്തിക്കുകയായിരുന്നു. മത്സരം അവസാനിക്കാൻ 8 മിനിറ്റ് ബാക്കി നിൽക്കെ പകരക്കാരനായി ഇറങ്ങിയ സൂപ്പർ താരം ടെർസഗെ ഈജിപ്തിന്റെ വിജയം ഉറപ്പിച്ച 3-ാം ഗോളും നേടിയതോടെ കളി പൂർണ്ണമായും ഈജിപ്ത് സ്വന്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.